നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും തമ്മിലുള്ള എനർജി എങ്ങനെയാണെന്ന് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ തേർഡ് സിറ്റുവേഷൻസിനെ അട്രാക്റ്റ് ചെയ്തെടുക്കണ്ട. നിങ്ങളുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം അവരുടെ ആ ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ഒക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെ കണക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ റീഡിങ്സ് കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യം അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന, നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു എനർജി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തു മാറ്റമാണ് വേണ്ടത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നാഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അഫർമേഷൻസ് എഴുതുക കേട്ടോ. അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അഫർമേഷൻസ് മീൻസ് മാനിഫെസ്റ്റേഷനാണ്. അത് നമ്മൾ സങ്കല്പിക്കുകയും നമ്മളെപ്പോഴും ചിന്തിക്കുകയും കൂട്ടത്തിൽ നമ്മളത് എഴുതുകയും ചെയ്യുമ്പോൾ വളരെയധികം പവർഫുള്ളായിട്ട് നിങ്ങളിലേക്ക് ആ കാര്യം വന്നു ചേരും. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളവർ മാത്രം, അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണം, ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം, തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ഫോളോ ചെയ്യുക. അല്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം നമ്മളിത് ഡെയിലി പറയുമ്പോൾ മറ്റുള്ളവർക്ക് അരോചകത്വം തോന്നുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങളുടെ ആ ഒരു സ്വപ്നം അഫർമേഷൻസ് ആയിട്ട്, ആഗ്രഹ സാഫല്യത്തെ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഇഷ്ടദേവനെ, എനർജിയെ നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായ മാറ്റങ്ങൾ വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് ലഭിക്കും. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കും. ആ കിട്ടുന്ന കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവുകളെ എല്ലാം മാറ്റി വെച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പൊയ്ക്കോളൂ. നിങ്ങൾ സക്സസ് ആവും. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആരിലും നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വെക്കേണ്ട. നിങ്ങളിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക, നിങ്ങളിൽ നിങ്ങൾ എക്സ്പെക്റ്റേഷൻ വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളത് 100% മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 4 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫാമിലിപരമാകുന്ന തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി, സൗഹൃദ ബന്ധങ്ങളുടെ എനർജിയും എല്ലാം നമുക്ക് തേർഡ് പാർട്ടി എനർജിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇതിനകത്ത് 4 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കറൻറ്റിലി ഇപ്പം ചില എനർജികളിൽ ലോങ് ഡിസ്റ്റൻസ് ആണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വളരെ അകലമുള്ളതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു ഡിസ്റ്റർബൻസ്ഡ് എനർജിയിൽ, അതായത് ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. വല്ലാത്ത ഒരു ടെൻഷൻ അല്ലെങ്കിൽ വല്ലാത്തൊരു സ്ട്രെസ് എനർജി അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസും കൂടി തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ വ്യക്തിയെയും ബേസ് ചെയ്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കിടയിൽ ഒരു അകലം വന്നിരിക്കുന്നു, അകൽച്ച വന്നിരിക്കുന്നു. ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ടോക്സിക് സിറ്റുവേഷൻസ് ആണ് കറൻറ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബന്ധത്തിൽ അകൽച്ച വന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ ബന്ധത്തിൽ കടന്നുകൂടി ആ ഒരു സിറ്റുവേഷൻസ് ഇപ്പം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന, അവസാനിച്ചു കൊണ്ടിരിക്കുന്ന
സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമാകുന്ന ഈഗോ ക്ലാഷ് എനർജി ഉണ്ട്. ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറല്ലാത്ത രീതിയിൽ ഉള്ളിൽ നിരാശയുണ്ടെങ്കിലും പുറമെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു ഫീലിങ്സിൽ ഒരു സെൽഫിഷ് എനർജിയിലൂടെയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ഷനുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മുഖം തിരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. രണ്ട് വ്യക്തികളും രണ്ട് ധ്രുവങ്ങളിലേക്കാണ് ഇപ്പം നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് രണ്ടുപേരുടെയും ആവശ്യങ്ങളും രണ്ടുപേരുടെയും ചിന്തകളും എല്ലാം വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നു. പൊരുത്തക്കേടുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. കൂടാതെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് എനർജി കൂടി കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് തേർഡ് പാർട്ടിക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ആണ് കൺഫ്യൂസ്ഡ് എനർജി ഫീലിങ്സ് ചെയ്യുന്നത്. അതായത് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കീപ്പ് ചെയ്യുന്നുണ്ട്, വിട്ട് കളയാൻ താല്പര്യവുമില്ല. എന്നാൽ മുന്നിൽ വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ നിൽക്കുന്നതായിട്ട്, അതായത് വേറെയും പല കാര്യങ്ങളും അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അൺഹെൽത്തി ഫീലിങ്സ് ആണ് ശരിക്കും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറൻറ്റ് സാഹചര്യം. എന്നാൽ ഇപ്പോൾ ഈ പറയും പോലെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥ കൂടി ഈ രണ്ട് വ്യക്തികളുടെയും ഇടയിൽ കാണുന്നുണ്ട്. രണ്ട് വ്യക്തികളുടെ ചിന്തകളും പ്രവർത്തികളും എല്ലാം, കമ്മ്യൂണിക്കേഷനും എല്ലാം രണ്ട് ധ്രുവങ്ങളിലാണ്, രണ്ട് സിറ്റുവേഷൻസാണ്. ഒരാൾ പറയുന്ന മറ്റേ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ഫൈറ്റിങ് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മനസ്സുകൊണ്ടും ശരീരം, ചിലരെ സംബന്ധിച്ച് മനസ്സുകൊണ്ടൊരു ലോങ് ഡിസ്റ്റൻസ് ആയി കഴിഞ്ഞു, ചിലരെ സംബന്ധിച്ച് ഫിസിക്കലിയും ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അകലം അവർക്കിടയിലേക്ക് രണ്ട് രീതിയിലും, ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിട്ടുപോകുന്ന പോലെ, അതായത് അവസാനിച്ച് പോകുന്ന പോലുള്ള ഒരു സാഹചര്യം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. അൺകണ്ടീഷണൽ ആയിരുന്നു എനർജി. വളരെയധികം ആഴം തോന്നിയ, അട്രാക്ഷൻ തോന്നിയ, അതായത് വളരെയധികം ഫോക്കസ്ഡ് ആയിരുന്ന സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത്. അതായത് വിട്ടു പോകുമെന്നോ അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാകുമെന്ന് പോലും സങ്കല്പിക്കാത്ത ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു ആക്ഷൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രത്തോളം രണ്ടാളുകൾക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി കണക്റ്റ് ചെയ്ത് നിന്ന ആഴമുള്ളൊരു ബന്ധമായിരുന്നു. ഫോക്കസ്ഡ് ആയിരുന്നു, വിട്ടുവീഴ്ചകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്കിടയിലുള്ള ബന്ധത്തിൽ നല്ല രീതിയിലൊരു അക്സെപ്റ്റഡ് ആയിട്ട്, അതായത് മനസ്സിലാക്കി തന്നെ കടന്നു പോയിരുന്ന സിറ്റുവേഷൻസും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്നുമാണ് ഇപ്പം രണ്ട് ചേഞ്ചിങ്ങിലേക്ക്, രണ്ട് അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന. കാലം ചേഞ്ചിങ് ആയിപ്പോൾ, അല്ലെങ്കിൽ ടൈം ചേഞ്ച് ആയിപ്പോൾ അവർക്കിടയിൽ മാറ്റങ്ങളും ചിന്തകളും രണ്ടുപേർക്കും ആ ഒരു എനർജി ചേഞ്ചിങ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും നിരാശയാണ്, എലോൺ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എടുത്ത് ചാടണ്ടായിരുന്നു, അതായത് മുന്നും പിന്നും നോക്കാതുള്ള ഒരു എടുത്തുചാട്ടമായി പോയോ, അതായത് കയ്യിലിരുന്നതും പോയി ഉത്തരത്തിലിരുന്നത് കിട്ടിയതും ഇല്ലാത്ത ഒരു ഫീലിങ്സ്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഉണ്ട്, അവരുടെ മുന്നിലൊരു ഓപ്ഷനായിട്ട്, ഒരു അവസരമായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും ഒരു നിരാശയാണ്, ഒരു തീരുമാനമില്ല. അവിടുത്തെ ആ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് സമയത്ത് തീർച്ചയായിട്ടും പാസ്റ്റിലേക്ക് ക്യൂരിയോസിറ്റിയോടുകൂടി തിരിഞ്ഞു നോക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അവരുടെ ഉള്ളിൽ, നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ശുഭപ്രതീക്ഷ, ഈ ഒരു ബന്ധം ഇവിടെ അവസാനിച്ചു പോയാലും അവർക്ക് ഒരു ഗുഡ് ന്യൂസ്, കുറച്ച് സമയമെടുത്താലും പോസിറ്റീവായൊരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തലത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു ചേരാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അത് അത്രത്തോളം അപ്രാപ്യമാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സുപോലെ, അതായത് നിങ്ങളിനി ആ ഒരു വ്യക്തി തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്ന രീതി വെച്ചായിരിക്കുള്ളൂ അവരുടെ ആ ഒരു ചിന്ത സക്സസ്സിലേക്ക് എത്തുക എന്നതാണ് കാണുന്നത്.
എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ്, നിരാശയിലാണ്, ഒന്നുമില്ല, ശൂന്യമാകുന്നൊരവസ്ഥയിലാണ്. അവിടെ മൂമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല, വെറുതെ ഒരു സ്തംഭന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു നിരാശയിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചർ പ്രതീക്ഷയായിരുന്നു കേട്ടോ, വളരെയധികം ബ്ലെസ്സിങ്സ് ആയിട്ട്, അതായത് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പൂർണ്ണമായ എന്തോ ഒന്ന് കിട്ടി, നിധി കിട്ടിയ പോലെ ചിന്തിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് തേർഡ് പാർട്ടി എന്ന് പറയുന്ന എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ആ ഒരു സമയങ്ങളിൽ, മുൻ സമയങ്ങളിൽ ഉണ്ടായിരുന്നതെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതായത് വളരെ പ്രഷ്യസ് ആയിട്ട് മുന്നിലുള്ള മറ്റെല്ലാ അവസരങ്ങളെയും മാറ്റി വെച്ച് ഏറ്റവും പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. എത്രത്തോളം വാല്യൂ കൊടുത്തോ അത്രത്തോളം തിരിച്ചടി കിട്ടിയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതായത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഒരു ബ്ലൈൻഡ് എനർജിയിലേക്ക്, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്ന് അനങ്ങാൻ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം എല്ലാത്തിനോടും ദേഷ്യവും മടുപ്പും വിരക്തിയും ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസുമാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വയം രക്ഷപ്പെടണം അല്ലെങ്കിൽ സ്വയമെങ്കിലും ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയിൽ പോകുന്നിടത്തോടെ പോവുക അല്ലെങ്കിൽ അടിച്ചെടുത്തോടെ പോവുക എന്നുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത്. അതായത് വരുന്ന വരട്ടെ, എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയെന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ തന്നെ നമുക്ക് വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതായത് ആലോചിച്ച് ഓവർ തിങ്കിങ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരു പക്ഷേ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങളൂടെ അവരുടെ തലയ്ക്ക് മുന്നിൽ നിൽപ്പുണ്ട്. അവർ ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്കുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ പരിക്കുകൾ ഏൽപ്പിക്കും എന്നുള്ളൊരവസ്ഥയിൽ ഈ തേർഡ് പാർട്ടിയുടെ പ്രസൻസിലൂടെ അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങളും നിൽപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയോ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് വാച്ചിങ് ചെയ്യുന്നു എന്നുള്ളതും ഈ ഒരു പേഴ്സൺ വളരെ വല്ലാത്തൊരു സ്ട്രെസ് അനുഭവിക്കുന്ന, ഒരു സമാധാനം കിട്ടുന്നില്ല. ഊണിലും ഉറക്കത്തിലും ഒന്നും ഈ ഒരു വ്യക്തിക്കൊരു സ്വസ്ഥതയില്ല, പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. മനസ്സെപ്പോഴും ഇങ്ങനെ ഒരു കടൽ ഇരമ്പുന്നത് പോലെ ഇരമ്പിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. ഒരു കണ്ണ് കെട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്ത ലൈഫിൽ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു എനർജി എന്ന് പറയുക. ഒരു ലോട്ടറി ഭാഗ്യം പോലൊക്കെ ചിന്തിച്ചു പോയി. അതായത് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടി എന്നുള്ളൊരു ചിന്ത വല്ലാതെ പിടിച്ചുലച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിലൂടെ നോക്കുമ്പം ഒരു മായാവലയത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ തെറ്റാകുന്നതിന് ശരിയായിട്ട് ഫീൽ ചെയ്ത്, അതായത് തെറ്റായിരുന്നു, അതൊരു സ്ഥിരതയുള്ളതായിരുന്നില്ല, വാല്യുബിൾ അല്ലായിരുന്നു, പക്ഷെ അതെല്ലാം നേരെ ഓപ്പോസിറ്റായിട്ട് ഫീൽ ചെയ്തു. മായാവലയത്തിൽ പെട്ടുപോയി അല്ലെങ്കിൽ സമയത്തിൻ്റെ ഒരു മോശം സമയത്ത് എടുത്ത തീരുമാനം വളരെ പോസിറ്റീവാണെന്ന് ചിന്തിച്ചു പോയി എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയിലേക്ക് നോക്കുമ്പം. തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ പൂർണ്ണമായും നഷ്ടങ്ങൾ സംഭവിച്ചു. പറഞ്ഞതുപോലെ കയ്യിലിരുന്നതും പോയി, കിട്ടിയതിട്ട് മെച്ചമുള്ളതുമല്ലാതെ ആയിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ലൈഫ് എന്ന് പറയുന്നത് ഒരു കോഞ്ഞാട്ടയായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജിയിലൂടെ പോകണം. അതായത് അവർ ആഗ്രഹിച്ചതെല്ലാം നേരെ ഓപ്പോസിറ്റാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയിൽ ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ സ്വപ്നം കാണുന്ന ഒരവസ്ഥയാണ്. ഇനി അവരാഗ്രഹിച്ച കാര്യങ്ങളെ സ്വപ്നം കണ്ട് അവസാനിപ്പിക്കാമെന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആഗ്രഹിക്കുമ്പോൾ ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകാനും സാധ്യതയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയില്ല. നിരാശയല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും നിരാശയുമല്ലാതെ മറ്റൊന്നും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇമോഷണലിയാണ് ഏറ്റവും തകർച്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലൂടെയും ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെയും എല്ലാം ഒരു പ്രാന്തമാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം പ്രതീക്ഷകളെല്ലാം തലക്കീഴായി മറിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിച്ച അവസ്ഥയും ജീവിതം ശൂന്യതയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് ചില എനർജികൾ
എനർജികളിലുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തൊരു മാര്യേജ് എനർജിയിലേക്കൊക്കെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ബന്ധം ചെന്ന് നിന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നും മൂവ് ഓൺ ചെയ്ത് ചീറ്റിംഗ് ചെയ്ത സിറ്റുവേഷൻസാണ് കാണുന്നത്. വിവാഹം പോലുള്ള എനർജി വരെ, അല്ലെങ്കിൽ അതുപോലെ ഒരു സെലിബ്രേഷൻ പോലുള്ള അവസ്ഥ, മറ്റുള്ളവരോട് ഇൻവോൾവ് ആകുന്ന അവസ്ഥയിൽ വരെ ഈ ഒരു റിലേഷനെ എത്തിച്ചിട്ട് ആ ഒരു ബന്ധത്തിൽ വളരെ തകർച്ച, അതായത് ഒന്നുമല്ലാത്ത രീതിയിൽ ഒരു ശൂന്യതയിലേക്ക് വിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം അപമാനിക്കപ്പെടുകയും തലകുനിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ചില എനർജികളിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം ആഴത്തിൽ വിശ്വസിച്ചോ അത്രത്തോളം ആഴത്തിൽ അപമാനിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് വിൽ പവർ, ഓവർ കൺട്രോളിങ് ആയിപ്പോയി, ഓവർ പ്രതീക്ഷയായിപ്പോയി, ഫ്യൂച്ചറിലേക്ക് ഓവറായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ കണക്റ്റ് ചെയ്തല്ല, പ്രതീക്ഷയിലേക്ക് വെച്ചു. അതുപോലെ തന്നെ ഓവറായിട്ട് വിശ്വസിച്ചു, അമിതമായ വിശ്വാസമൊക്കെയാണ് ഈ ഒരു എനർജിയിൽ ഇത്രയും വലിയ ഒരു ഇംബാലൻസിങ് അല്ലെങ്കിൽ തകർച്ച സംഭവിച്ചതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് ഒരു ഫിനാൻഷ്യൽ ലോസിങ് കാണുന്നുണ്ട്, മൈൻഡ് ലോസ്, മൈൻഡ് സംബന്ധമായിട്ട് നമുക്ക് നോക്കുമ്പോഴും ഒരു എന്താ പറയുക, ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു തകർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലി ഇതിനകത്ത് ഒരാൾ മറ്റേ ആളെ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന, യാചിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളൊക്കെ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം സംവാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ വ്യക്തി ആ ഒരു പേഴ്സണിന് മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. കാരണം ആത്മാഭിമാനത്തെ നിലനിർത്തണമെങ്കിൽ ഇപ്പം വളരെയധികം പിടിച്ച് നിൽക്കണമെങ്കിൽ താഴ്ന്നു കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. കാരണം എല്ലാം അടുത്ത് വന്നു ചേർന്നതെല്ലാം അകന്നു പോയതായിട്ട് പറയേണ്ടി വരും. എല്ലാം വളരെ ശക്തമായിട്ട് ചിന്തിച്ച് വിചാരിച്ച് വലിയൊരു സക്സസ്സിലേക്ക് എത്തിക്കാൻ നോക്കിയ ബന്ധങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അകന്നുപോയി. അതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വിധി അല്ലെങ്കിൽ ഒരു കർമ്മ നേരിടുന്ന പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കാര്യങ്ങളെല്ലാം നിശ്ചലമായി പോയി, സ്തംഭനാവസ്ഥയിൽ പോയ ഒരവസ്ഥ കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നത് ഒരു മിറാക്കിളായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇനി തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഒരു മിറാക്കിളാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മാജിക്കായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു. ആ ഒരു ചിന്ത വരാൻ കാരണം അവിടെ മറ്റൊരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ജസ്റ്റിസ് പോലെ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരു പക്ഷേ ഈ തേർഡ് പാർട്ടി നല്ലതുപോലെ നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചിട്ടുണ്ട്. കാരണം അവിടെ മറ്റൊരു സിറ്റുവേഷൻസിന് വാല്യൂ കൊടുക്കുന്നതായിട്ട്, മറ്റൊരു സിറ്റുവേഷൻസ് അവിടെ കടന്നു വന്നിരിക്കുന്നതായിട്ടും അത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റിയതായിട്ടും, അതുകൊണ്ട് ഇനി ഒരു റീയൂണിയൻ എന്നുള്ളത് ഒരു മിറാക്കിൾ ആയിരിക്കുള്ളൂ. അതായത് അതൊരു ഭാഗ്യമുണ്ടെങ്കിൽ സംഭവിക്കുമെന്നുള്ള ഒരു നിസ്സഹായതയിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കേണ്ടി വരുന്നുണ്ട്. പ്രതികരിക്കാനും പറ്റുന്നില്ല, അവിടെ മെച്യൂരിറ്റി കാണിക്കേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവരെ അറിയിക്കുക, മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരിടാവുന്ന അപമാനവും പരിഹാസവും ഒക്കെ ചിന്തിക്കുമ്പം അവിടെ വളരെയധികം എന്താ പറയുക, കെയർഫുള്ളായിട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയിൽ ഫാമിലി പരമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. പേരൻസ് ആണെങ്കിലും മറ്റു ബന്ധങ്ങളാണെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പം സാമ്പത്തികപരമാകുന്ന ഒരു ഫോക്കസ്ഡ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം വളരെ ശക്തമായിട്ടും ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത വിധം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങൾ, സാമ്പത്തികപരമായ എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ അവരുടെ ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പാഷൻ എനർജിയെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാൻ സാധിക്കുന്നുണ്ട്. ഒരു ബ്ലൈൻഡ് എനർജിയാണ്, എല്ലാം കൊണ്ടും ഒരു മടുപ്പും
വിരക്തിയും എല്ലാം ജീവിതത്തിൽ, അതായത് അവർ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉയരാൻ സാധിക്കാതെ പോയ സിറ്റുവേഷൻസുകളെല്ലാം അവർ തളർത്തി കളഞ്ഞൊരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ വ്യക്തിയിലുണ്ട്. അത് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളും കരിയർപരമാകുന്ന നേട്ടങ്ങളെയാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പിടിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം ബ്ലോക്കിംഗ് ആണ്. അവരെ സംബന്ധിച്ച് അവരൊരു കർമ്മ ബേസിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ തൊടുന്നതെല്ലാം പ്രശ്നത്തിലാണ് തീരുന്നത്. അറ്റ്ലീസ്റ്റ് അവരെ ചേർത്ത് പിടിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഫാമിലി എനർജിയിൽ പോലും നമുക്കൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. കാരണം ഇവരെ ഉപയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഇവരുടെ വിധിയിൽ പെട്ടതാണ് കേട്ടോ. അതായത് ഫാമിലിയിൽ നിന്ന് പോലും ഇവർക്കൊരു സപ്പോർട്ട് ലഭിക്കാതെ പോകുന്നത് അവരുടെ വിധിയാണ്. അത് അവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു ജന്മമായിട്ട് തന്നെ ഈ ഒരു ജന്മം നമുക്ക് കാണേണ്ടി വരും. ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് അവരുടെ ബ്ലഡ് റിലേഷനിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് പുതിയൊരു മാറ്റം, തുടക്കം, ജീവിതത്തിലൊരു സക്സസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ടോട്ടലി അവർ ചിന്തിച്ച്, അവർ വിശ്വസിച്ച്, അവർക്കൊരു വല്ലാത്തൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന, ഞാൻ പറഞ്ഞില്ല, തേർഡ് പാർട്ടി എന്ന ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം ഇവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞ പോലെ അവർ വല്ലാതെ ആഴത്തിൽ വിശ്വസിച്ചു പോയതായിട്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോയൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇന്ന് അവർക്ക് അവിടെ ഒരു തീരുമാനവും എടുക്കാൻ പറ്റാതെ നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്ന എല്ലാത്തിനെയും, നിങ്ങളുടെ പേഴ്സണ് അവർക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും സംശയദൃഷ്ടിയോടുകൂടി മാത്രമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇൻഡിസിഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. ഇമോഷണലി ഇംബാലൻസിങ് ആണ്. ഒരു മനസ്സമാധാനമില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണ്ണാൻ പറ്റുന്നില്ല, അവരുടേതാകുന്ന ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാ വഴികളിലും അവർക്കൊരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചുറ്റും അവരോടൊപ്പം നിൽക്കേണ്ടവരെല്ലാം അവരോട് ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരോട് മത്സരിക്കാനും അവരോട് ഫൈറ്റിംഗ് ചെയ്യാനും അവരെ തളർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിയിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് മിസ്യൂസിങ് ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത്. അതെല്ലാം ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ഡാർക്ക് സിറ്റുവേഷൻസ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായതയുടെ ഒരു അവസ്ഥയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പ്ലസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി, അവരെ സംബന്ധിച്ച് അവർക്കിപ്പം നല്ലൊരു ഇമോഷണൽ ബാലൻസ് ആണ് വേണ്ടത്. മറ്റൊരു വ്യക്തിയുടെ ഒരു സപ്പോർട്ട് വേണമെന്നുള്ളൊരവസ്ഥയാണ്. ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് അവർക്ക് മുമ്പിൽ ഇപ്പം ഒന്നും തന്നെ ഇല്ല. അവർക്ക് വിശ്വാസത്തോടു കൂടി നോക്കാനോ എടുക്കാനോ പറ്റുന്ന ഒരു സാഹചര്യവും ഇന്ന് അവരുടെ മുന്നിലില്ല. കുറച്ച് അവരുടെ തെറ്റുകൊണ്ടും മറ്റത് അവരുടെ ലൈഫിലേക്ക് വിധിയായിട്ട് വന്ന പല സാഹചര്യങ്ങൾ കൊണ്ടുമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.